മനസ്സിലാക്കുക. ഈ കണ്ണൂർ ജില്ലയിലെ പാർട്ടി തീരുമാനിച്ചാൽ കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് വെറും റീത്ത് കോൺഗ്രസായി മാറുമെന്ന് മനസ്സിലായിക്കോളി. അതുകൊണ്ട് അമ്മായി പണിയെടുത്തിന് ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾ തീരുമാനിച്ചാൽ അത് നടക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യമാണോ ചെയ്തിരിക്കുന്നത്? ഒരു മന്ത്രിയുടെ നേരെ കഴുത്തിന് ആക്രമിക്കുക, എന്നിട്ട് നിർലജ്ജം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഇപ്പൊ പറഞ്ഞിരിക്കുക. അത് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. പിന്നെ ആകാശത്തേക്ക് പറന്നു പോകുന്ന അക്രമം വന്നിട്ട് മന്ത്രിയുടെ കഴുത്തിന് നേരെ പിടികൂടിയതാണോ? മന്ത്രിയുടെ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ് ICUയിലേപ്പോ എങ്ങനെ സംഭവിച്ചതാ? എന്നിട്ട് അയാൾ പറയുകയാണ് അത് പോലീസുകാരുടെ അടുത്ത് സംഭവിച്ചായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതൊന്നും പൊറുക്കുന്ന മണ്ണല്ല കണ്ണൂർ ജില്ലയിലെ മണ്ണ് എന്ന് ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരെ എഴുതി വെച്ചോളി. ഇതൊന്നും പൊറുക്കുന്ന മണ്ണല്ല. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഒരു അക്രമവും നടത്തണ്ട, ഒന്നും ഉണ്ടാവരുത്. പക്ഷേ ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം. ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. ഇമാതിരി തോന്നിവാസങ്ങളെ, തെമ്മാടിത്തരങ്ങളെ തെമ്മാടിത്തമായി കണ്ടുകൊണ്ട് അതിനെതിരായിട്ടുള്ള പ്രതികരണം ഉയർന്നു വരണം. തോന്നിവാസം കാണിക്കരുത്. ഇപ്പൊ KPCCയുടെ പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിരിക്കുക അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇയാൾ എവിടുത്തെ KPCC പ്രസിഡന്റാ? KPCC പ്രസിഡന്റ് പറയേണ്ട വർത്താനാണോ? ഇങ്ങനെ ചിലര് വേണ്ടാതിന് കാണിക്കുന്ന സമയത്ത് അങ്ങനെ കാണിച്ച തെറ്റാണ്, അത് ശരിയല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പക്വതയോടെ നിലപാട് സ്വീകരിക്കേണ്ട ആളല്ലേ KPCCയുടെ പ്രസിഡന്റ്. ആ പ്രസിഡന്റ് ആ പണിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഗൌരവമുള്ള കാര്യമാണ്. തുടർച്ചയായി ചാവേർ മാതൃകയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരാഭാസങ്ങൾ, സമരമെന്നല്ല ഇതിന് പറയുക, അത്തരം കാര്യങ്ങൾ നേതൃത്വമാകെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഈ കണ്ണൂർ ജില്ലയിലും കേരളത്തിലുമാകെ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ. പോലീസിന്റെ ശ്രദ്ധ എങ്ങോട്ടായി? ഉടനെ തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതുപോലെ യൂത്ത് കോൺഗ്രസുകാരും KSUവിന്റെ വേഷമണിഞ്ഞിട്ടുള്ള യൂത്ത് കോൺഗ്രസുകാർ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ കടന്നാക്രമണം നടത്തുകയാണ്. ആസൂത്രിതമായ ആക്രമണമാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് VD സതീശനും കൂട്ടരും പ്രതിപക്ഷ നേതാവും കൂട്ടരും വളരെ ആസൂത്രിതമായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചാവേർ സമര പരിപാടിയുണ്ട്. സമരം എന്നല്ല ഇതിനെ വിളിക്കുക, തെമ്മാടിത്തരെന്നാണ് ഇതിനെ വിളിക്കുക. അതിനെ വിളിക്കേണ്ട വേറെ പേരാണ്, ഗുണ്ടായിസമാണ്. ആ ഗുണ്ടായിസത്തിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ മുഖ്യമന്ത്രിയെ ഫ്ലൈറ്റിനകത്ത് വെച്ച് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. നമ്മൾ കണ്ടതല്ലേ? എപ്പോഴെങ്കിലും ഇമാതിരി ഒരു സമരം എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഫ്ലൈറ്റിനുള്ളിൽ വെച്ച് ആക്രമിക്കാൻ വേണ്ടി നോക്കുക. രണ്ടാമത് കണ്ടു, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയി റീത്ത് വെക്കുക. എന്താ ഇതിന്റെ അർത്ഥം? ആരോഗ്യവകുപ്പ് മന്ത്രിയെ കൊന്നുകളയുമെന്നാണോ? റീത്ത് വെച്ചപ്പോ VD സതീശനും കൂട്ടരും അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഒരൽപ്പം ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ വല്ലതുണ്ടെങ്കിൽ ആ റീത്ത് വെച്ച സമരം തെറ്റാണെന്ന് പറയില്ലേ? VD സതീശൻ പറഞ്ഞോ? അയാൾ എന്ത് പ്രതിപക്ഷ നേതാവാ? ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമല്ലേ എടുത്തത്? അതിന്റെ ഫലമായിട്ടല്ലേ ഇപ്പോഴ് ചരിത്രത്തിലാദ്യമായി ഒരു മന്ത്രിയെ കയ്യേറ്റം ചെയ്യുക, ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വനിതാ മന്ത്രിയെ കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴും കേട്ടിട്ടുണ്ടോ? വനിതാ മന്ത്രി ആക്രമിക്കുക